6 പതിറ്റാണ്ടിൻ്റെ അനുഭവ പാരമ്പര്യവുമായി രുചി വൈവിധ്യങ്ങളുടെ കലവറ ഒരുക്കുകയാണ് മട്ടന്നൂരിലെ ബ്രദേഴ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ ഉടമ പ്രദീപ് കുമാർ. വിമാനത്താവള നഗരമായ മട്ടന്നൂരിൽ സസ്യാഹാരത്തിൻ്റെ പുതുലോകം തുറക്കുകയാണ് പ്രദീപ് കുമാർ. മട്ടന്നൂരിൽ 60 വർഷമായി ഞങ്ങൾ ബ്രദേഴ്സ് റെസ്റ്റോറൻറ്റ് എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തി വരുന്നുണ്ട്. അതിന് തുടർച്ചയായി ഇന്ന് എയർപോർട്ട് സിറ്റിക്ക് അനുയോജ്യമായ വിധത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അതുപോലെ തന്നെ ചൈനീസ് വിഭവങ്ങൾ ഉൾപ്പെടെ 100% വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പാൻ ഉദ്ദേശിച്ചുകൊണ്ട് പുതിയൊരു തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് കിട്ടുന്ന പച്ചക്കറികളൊക്കെ തന്നെ വിഷമയമായിട്ടുള്ളതാണ്. അത് വൈപ്പ് എന്ന് പറഞ്ഞ ഞങ്ങൾ പുതിയൊരു മിനറൽ പ്രൊഡക്റ്റ് കൊണ്ട് 100% വിഷവിമുക്തമാക്കി ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. മട്ടന്നൂർ കൂത്തുപറമ്പ് റോഡിൽ നെല്ലൂന്നിയിൽ ബ്രദേഴ്സ് അന്നപൂർണ പ്രവർത്തനം ആരംഭിച്ചു. മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്രദേഴ്സിലെ സുഖിയൻ, ബ്രദേഴ്സിലെ കോഫി, അവിടുത്തെ ഭരണിയിൽ വെച്ചിട്ട് മൈസൂർ പാക്ക്, ഇതൊക്കെയായിരുന്നു നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ വിഭവം. അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് സംരംഭങ്ങൾ മട്ടന്നൂരിലുള്ളതുപോലെ വെജിറ്റേറിയൻ മേഖലക്കകത്ത് നമുക്ക് എടുത്തു പറയാവുന്ന സ്ഥാപനം ബ്രദേഴ്സ് തന്നെയായിരുന്നു. അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ദീപപ്രോജ്വലനം നടത്തി. അന്നദാന പ്രഭുവായിട്ടുള്ള ശബരിമല ശ്രീധർമ്മ ശാസ്താവിൻ്റെ പ്രതിനിധി എന്നോണം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞാൻ ആ അന്നദാന പ്രഭുവിനോട് ഇവിടുന്ന് കഴിക്കുന്ന ഓരോ ഭക്ഷണവും സ്വാദിഷ്ടമുള്ളതായി തീരട്ടെ, അതുപോലെ തന്നെ അത് ജനങ്ങൾക്കെല്ലാം തന്നെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വിശപ്പിൻ്റെ മരുന്നായി മാറട്ടെ. രോഗത്തിന് കാരണമല്ല, വിശപ്പൊരു രോഗമാണ്, ആ രോഗത്തിൻ്റെ മരുന്നാണ് ഭക്ഷണം എന്നുള്ളത്. അപ്പോൾ ആ മരുന്ന് കഴിച്ചിട്ട് വേറൊരു അസുഖം വരാൻ പാടില്ല. ആ അർത്ഥത്തിൽ ആ ഭക്ഷണം ആരോഗ്യത്തിന് കാരണമായി തീരട്ടെ, അതിന് എല്ലാവിധ ദൈവാധീനം ഉണ്ടാവട്ടെ, പ്രതിഭക്ഷണമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകൾ സ്വീകരിക്കും. പ്രശസ്ത ചലച്ചിത്ര താരം ശിവദാസ് കണ്ണൂർ മുഖ്യാതിഥിയായിരുന്നു. കൈവരിക്കാനുള്ള ഒരു അവസരം ഇവിടെ വന്ന് കഴിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ സാഹോദര്യ ഭക്ഷണ പൂർണ്ണതയിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ വന്നു ചേരട്ടെ. ഇതൊരു നല്ലൊരു വിജയമായ ഒരു വൻ വിജയ സംരംഭമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മജീദ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ അച്യുതൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദവാരി, പി കെ നാരായണൻ, എം യൂസഫ്, AKG സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ, എം രതീഷ്, ബാലകൃഷ്ണൻ പന്നിയോടൻ തുടങ്ങിയവർ പങ്കെടുത്തു. രുചി വൈവിധ്യങ്ങൾക്കൊപ്പം സാമൂഹ്യ സേവനവും ആവോളം വിളമ്പുന്നു ബ്രദേഴ്സ് അന്നപൂർണയിൽ. ഡയാലിസിസ്, ക്യാൻസർ തുടങ്ങിയ മാറാരോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് ബ്രദേഴ്സ് അന്നപൂർണ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം സൗജന്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ അന്നപൂർണ ഫാമിലി റെസ്റ്റോറൻറ്റിൽ വരുന്ന ഡയാലിസിസ്, തന്നെ ക്യാൻസർ രോഗികൾക്ക്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു നേരത്തെ അന്നം ഞങ്ങൾ അന്നപൂർണ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ പേരിൽ ഞങ്ങൾ കൊടുക്കുന്നതാണ്. തികച്ചും വിഷമുക്തമാക്കിയ പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്.
റിവേഴ്സ് ഓസ്മോസിസ് വഴി ശുദ്ധീകരിച്ച വെള്ളമാണ് ഹോട്ടലിൽ ഉപയോഗിക്കുന്നത്. കൂടാതെ 2025 നവംബർ 21 മുതൽ 2026 ജനുവരി 21 വരെ ബ്രദേഴ്സ് അന്നപൂർണ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നു. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങളുടെ ഒരു കലവറ തന്നെ ഒരുക്കിയിട്ടുണ്ട് മട്ടന്നൂരിലെ ബ്രദേഴ്സ് അന്നപൂർണ പ്യുവർ വെജ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ.